പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ബെത്ലഹേം ടിവിയുടെ ഈ ശുശ്രൂഷാ പരമ്പരകളിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെ ഓർക്കുന്നതിനായിട്ട് വളരെയേറെ നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവും രണ്ടാമത്തെ ആഗമനവും അന്ത്യകാല പ്രത്യേകതകളും എന്നുള്ള ഈ പരമ്പരയുടെ 16ാമത്തെ എപ്പിസോഡിലേക്കാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. കർത്താവിൽ പ്രത്യാശ വെച്ചും കൊണ്ട് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുന്ന ഈ കാലഘട്ടങ്ങളിൽ അതിൻ്റെ ഓരോ മേഖലകളെക്കുറിച്ചും നമ്മൾ അതിൻ്റെ പ്രാരംഭ വശങ്ങളെക്കുറിച്ചും അതുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മളിങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്നേ ദിവസം നമ്മൾ ചിന്തിക്കുന്നത് സ്വർഗീയ ഭവനത്തെക്കുറിച്ച് അറിവില്ലാത്തവർക്ക് സ്വർഗപ്രവേശനം എങ്ങനെ സാധ്യമാകും എന്നുള്ളതിനെക്കുറിച്ചാണ്. 2 ഭവനങ്ങളെക്കുറിച്ച് ബൈബിളിൽ നമുക്ക് കാണാൻ പറ്റും. ഒന്ന് ഭൗമിക ഭവനം, രണ്ടാമത്തേത് സ്വർഗീയ ഭവനം. ഏറ്റവും പ്രധാനപ്പെട്ട സ്വർഗീയ ഭവനമാണ്. ഭൗമികമായ ഭവനം, ഭൂമിയിലുള്ള ഒരു ഭവനത്തെക്കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട്. നമുക്ക് വചനഭാഗം ഒന്ന് വായിച്ചും കൊണ്ട് അതിലേക്ക് പ്രവേശിക്കാം. കൊറിന്ത്യക്കാർക്ക് എഴുതിയ 2ാമത്തെ ലേഖനം 5-ാം അധ്യായം 1-ാം തിരുവചനം. ഞങ്ങൾ വസിക്കുന്ന ഭൗമിക ഭവനം നശിച്ചു പോകുമെങ്കിലും കരങ്ങളാൽ നിർമ്മിതമല്ലാത്തതും ശാശ്വതവും ദൈവത്തിൽ നിന്നുള്ളതുമായ സ്വർഗീയ ഭവനം ഞങ്ങൾക്കുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. അപ്പോസ്തലൻ പറയുകയാണ്, ഞങ്ങൾ വസിക്കുന്ന ഭൗമിക ഭവനം, ഈ ഭൂമിയിലുള്ള ഭവനം നശിച്ചു പോകുമെങ്കിലും, ഈശോ പറഞ്ഞു, ആകാശവും ഭൂമിയും കടന്നു പോകും, എന്നാൽ അവിടുത്തെ വചനം, വാക്കുകൾ മാത്രം നിലനിൽക്കും. അപ്പോൾ ഈ ഭൂമിയിലുള്ളതെല്ലാം കടന്നു പോകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭൂമിയിലുള്ള ഭവനവും നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ഭൗമിക ഭവനം നശിച്ചു പോകുമെങ്കിലും കരങ്ങളാൽ നിർമ്മിതമല്ലാത്തതും. അപ്പോൾ ഭൂമിയിലുള്ള എല്ലാ ഭവനവും കരങ്ങൾ കൊണ്ട് നിർമ്മിച്ചതാണ്. എത്ര ടെക്നോളജി ഉണ്ടെങ്കിലും അതിനകത്തൊരു കരവിരുത് ഉണ്ട് എന്നുള്ളത് സത്യമാണ്. കാരണം മനുഷ്യൻ്റെ കൈ കടന്നു ചെല്ലാതെ ഒരിക്കലും ഒരു കാര്യവും ചെയ്യുവാനായിട്ട് സാധ്യമല്ല. അപ്പോൾ അങ്ങനെയെങ്കിലും മനുഷ്യൻ്റെ മനസ്സ്, മനുഷ്യൻ്റെ കരങ്ങൾ, മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ, മനുഷ്യൻ്റെ രീതികൾ എല്ലാം അതിനകത്ത് ഉള്ളതാണ്. അപ്പോൾ അങ്ങനെ ഉരുവാക്കപ്പെട്ട, ചിലപ്പോൾ ചിലരെ സംബന്ധിച്ചിടത്തോളം അവർ വർഷങ്ങളോളം എടുത്ത് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ പണം കൊണ്ട് ഒരു സ്വപ്ന ഭവനം, അങ്ങനെയൊക്കെയാണല്ലോ ഇപ്പോൾ പറയുന്നത്, ഒരു സ്വപ്ന ഭവനം പണിയുക, ഒരു പദ്ധതിയുള്ള ഭവനം പണിയുക. നമുക്കറിയാം എത്രത്തോളം മനോഹരമാക്കാമോ. നാട്ടിൽ ഉള്ളതിനേക്കാൾ എല്ലാവരും ആകർഷിക്കുന്ന, ഇപ്പോൾ താമസിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി മനുഷ്യൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന ഭവനങ്ങളാണ് കൂടുതലും. അതുകൊണ്ട് സൗകര്യങ്ങൾ ഉണ്ട് എങ്കിൽ പോലും അതിനേക്കാളൊക്കെ ഉപരി ഈ ഭവനം നല്ലതാണ്, നിങ്ങൾ വെച്ച ഭവനം നല്ലതാണെന്ന് പറയുവാനുള്ള ഒരു വലിയ ആഗ്രഹം, എല്ലാവരെ കൊണ്ടത് പറയിപ്പിക്കുവാനുള്ള ഒരു ചിന്താഗതി മനുഷ്യനുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഭൗമിക ഭവനം ഉണ്ടാക്കുകയാണ്. എന്നാൽ വചനം പറയുന്നു, അപ്പോസ്തലൻ പറയുകയാണ്, ഞങ്ങൾ കർത്താവിൻ്റെ വരവിൽ പ്രത്യാശ വയ്ക്കുന്നത് കൊണ്ടും നിത്യത പ്രത്യാശ വച്ചിരിക്കുന്നത് കൊണ്ടും ഞങ്ങളുടെ ഭൗമിക ഭവനം, ഈ ഭൂമിയിലെ ഭവനം നശിച്ചു പോകുമെങ്കിലും കരങ്ങൾ കൊണ്ട് നിർമ്മിക്കാത്ത, എന്നാൽ എന്നും നിലനിൽക്കുന്ന ശാശ്വതവും ദൈവത്തിൽ നിന്നുള്ളതുമായ. അപ്പം അതിനകത്തൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഭൂമിയിൽ ഭവനം നമുക്ക് ആവശ്യമാണ് താമസിക്കാൻ. എന്നാൽ ഭൂമിയുടെ ഭവനത്തിൽ പലപ്പോഴും ദൈവകരങ്ങൾ പ്രവർത്തിക്കുന്നില്ല ചില മേഖലകളിൽ. കാരണം കർത്താവ് ഒരിക്കലും നമ്മുടെ സമ്പത്ത് അനാവശ്യമായിട്ട് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല, ആഡംബരങ്ങൾക്ക് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു മനുഷ്യന് ഭവനം ആവശ്യമാണ്, നമുക്ക് കാണാൻ പറ്റും, ഒരു മനുഷ്യന് ഭവനം ആവശ്യമാണ്. എന്നാൽ ദൈവത്തിൽ നിന്നുള്ള രീതിയിലുള്ള ഒരു സ്വർഗീയ ഭവനം, അത് സ്വർഗീയ ഭവനം മാത്രമാണ്. സ്വർഗീയ ഭവനം ഞങ്ങൾക്കുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. ഒരുപാട് വാക്യങ്ങൾ തുടർന്ന് അതിനകത്ത് പറയുന്നുണ്ട്. ഞാൻ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സ്വർഗീയ ഭവനത്തെക്കുറിച്ചുള്ള അറിവ് നമുക്ക് ലഭിക്കണം, എങ്കിലേ നമുക്ക് സ്വർഗപ്രവേശനം സാധ്യമാവുകയുള്ളൂ. അപ്പോൾ അവിടെ പറയുകയാണ്, ദൈവത്തിൽ നിന്നുള്ളതുമായ സ്വർഗീയ ഭവനം ഞങ്ങൾക്കുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഭവനത്തെക്കുറിച്ചുള്ള ബോധ്യം നമുക്ക് വേണം. ഇല്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഈ
ഭൂമിയിലെ ജീവിതം കൊണ്ട് തീർന്നു പോകുന്നതാണ് നമ്മുടെ ജീവിതം എന്ന് നമ്മൾ ചിന്തിക്കുകയും ഭൂമിയിൽ നമ്മൾ ഏറ്റവും മനോഹരമായിട്ടുള്ളതൊക്കെ നിർമ്മിക്കാൻ ശ്രമിക്കുകയും അതുവഴി ചിലരൊക്കെ വീട് വെച്ച് കടബാധ്യത വന്നിട്ടുള്ള ആൾക്കാരുണ്ട്. വീട് വെച്ച് കടബാധ വന്നു. നിയമാവർത്തന പുസ്തകം 28 പറയുന്നുണ്ട്, നീ വീട് പണിയും, എന്നാൽ മറ്റുള്ളവർ പരദേശികൾ അതിനകത്ത് വസിക്കും. എന്ന് വെച്ചാൽ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അത് വളരെ കൃത്യമായൊരു കാര്യമാണ്, സത്യമായൊരു കാര്യമാണ്. കാര്യം എന്താണെന്നറിയാമോ? ചിലർ വീട് വെക്കും, അതോടുകൂടി തന്നെ എന്ത് പറ്റും? കടം കയറും. കടം കയറി കഴിയുമ്പോൾ എന്നാ പറ്റും? ആ വീട് വാടകയ്ക്ക് കൊടുത്തിട്ട് ഇവരും വേറെ വീട്ടിൽ വാടകയ്ക്ക് പോയി താമസിക്കും. മറ്റേതിൻ്റെ ലോൺ അടച്ച് തീർക്കുകയും വേണം. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ, വാടക വീട്ടിൽ താമസിക്കുക എന്നുള്ള വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞാനത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നൊരു യാഥാർത്ഥ്യമാണ്. എന്നാലും നമ്മൾ കുറച്ച് നാൾ കഴിയുമ്പോൾ അവർ എഗ്രിമെൻറ്റ് കഴിയുമ്പം ഇതെല്ലാം അവിടെ കെട്ടിപ്പറക്കിക്കൊണ്ട് പോകണം. നമ്മൾ ചിന്തിക്കും, എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് സ്വന്തമായിട്ടൊന്നും ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, അതിൽ ചിന്തയ്ക്ക് കുഴപ്പമൊന്നുമില്ല. കർത്താവ് ഭൂമിയിലൊരു ഭവനം വേണം എന്ന് ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഭൗമിക ഭവനത്തെക്കുറിച്ച് പറയുന്നത്. പക്ഷെ ആ ഭവനം വിട്ടേച്ച് പോകേണ്ടതാണ്, ഇവിടെ വിട്ടേച്ച് പോകണം എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അധികം അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യത്തില്ല. എന്നാൽ തൻ്റെ ജീവിതകാലം മുഴുവൻ്റെ സ്വപ്നമായിരുന്നു ഇതെന്ന് പറഞ്ഞ് ജീവിതത്തിലുള്ളതെല്ലാം കൊണ്ടുവന്ന് അതിനകത്തേക്ക് കൊടുക്കുമ്പോൾ എന്തു പറ്റും? നാളെ അതിനെന്തെങ്കിലും ഒരു ക്ഷതം സംഭവിക്കുമ്പോൾ, ഒരു പ്രളയം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഭൂകമ്പം ഉണ്ടാകുമ്പോൾ, ഭൂമിയിലൊരു പ്രകൃതി മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ എന്തു പറ്റുന്നു? മനുഷ്യൻ നിരാശനാകുന്നു, മനുഷ്യൻ ദുഃഖിതനാകുന്നു. ചിലരൊക്കെ അങ്ങനെ ആത്മഹത്യ ചെയ്തു പോയി നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്രത്യാശ തരുന്നൊരു കാര്യമാണ്, ഒരു സ്വർഗീയ ഭവനത്തെക്കുറിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാട് നമുക്ക് വേണം. കാരണം കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുന്നവരെല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇവിടുന്ന് തിരിച്ചു പോകേണ്ടവരാണ്. അതിനെക്കുറിച്ച് വീണ്ടും ഈശോ പറയുന്നൊരു കാര്യമുണ്ട്. യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം 2-ാം തിരുവചനം, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. അപ്പോൾ എൻ്റെ പിതാവിന് ഒരു ഭവനമുണ്ട്, ഇതാണ് സ്വർഗീയ ഭവനം. അപ്പോൾ പിതാവിൻ്റെ ഭവനത്തിൽ ഇവിടെ നിന്ന് കർത്താവ് തിരഞ്ഞെടുത്ത് കർത്താവിൻ്റെ വരവിൽ പോകുന്ന വ്യക്തികൾക്ക് വേണ്ടി എന്തുണ്ട്? വാസസ്ഥലങ്ങളുണ്ട്, വസിക്കാനുള്ള സ്ഥലം ആ ഭവനത്തിലുണ്ട്. അപ്പോൾ ഒരു ഭവനമാണെങ്കിലും അതിനകത്ത് താമസിക്കാനുള്ള മറ്റ് സ്ഥലങ്ങളുണ്ട്. കാരണം പിതാവിനോടൊപ്പം, സ്വർഗീയ പിതാവിനോടൊപ്പം മക്കളായ നമ്മൾ ഒരുമിച്ചാണ് വസിക്കുക. അപ്പോൾ അങ്ങനെ വസിക്കുമ്പോൾ നമ്മുടെ இடത്തിൽ കൂട്ടുകുടുംബം എന്നൊക്കെ പറയുന്ന പോലെ ഒരു സ്വർഗീയ അനുഭവത്തിലാണ് നമ്മൾ. അപ്പോൾ ആ സ്വർഗീയ ഭവനത്തിൽ എന്തു പറ്റുന്നു? പിതാവിൻ്റെ ഭവനത്തിൽ, ഭവനങ്ങളിൽ നല്ല എഴുതിയിരിക്കുന്ന പിതാവിൻ്റെ ഭവനത്തിൽ, അപ്പോൾ ആ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഞാനും നിങ്ങളുമൊക്കെ ആ വാസസ്ഥലങ്ങളിൽ താമസിക്കുകയാണ്. അവിടെ അയൽക്കാര പ്രശ്നങ്ങളില്ല, അവിടെ പിണക്കങ്ങളില്ല, ഏതെങ്കിലും പരാതികളില്ല, ഏറ്റക്കുറച്ചിലുകളില്ല. പിന്നെയോ പിതാവ് സ്നേഹവാനാണ്, നമ്മളും അവിടെ ചെല്ലുന്നവരെല്ലാം സ്നേഹത്തിലാണ്, സന്തോഷത്തിലാണ്. അതുകൊണ്ട് അവിടെ നമുക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. അങ്ങനെ ആ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. എന്നിട്ട് പറയുകയാണ്, നിങ്ങളത് വിശ്വസിക്കണം. എന്നിട്ട് പറയുകയാണ്, ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. കണ്ടോ? ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലമുണ്ട് നിങ്ങൾക്ക്, ആ സ്ഥലം ഞാൻ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു, ആ സ്ഥലത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകും. എന്നിട്ട് പറയുകയാണ്, ഞാൻ പോയി, ഈശോ 2000 വർഷം മുമ്പ് പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന്, എന്ന് വെച്ചാൽ ആ ഭവനത്തിൽ ഈശോ നമ്മോട് കൂടെയുണ്ട്. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന്. കർത്താവിൻ്റെ ഒരു സ്നേഹം നോക്കി. ഈശോ ആയിരിക്കുന്നിടത്ത് നമ്മളും ആയിരിക്കണം. നമ്മളിങ്ങനെ കൊണ്ട് ഈശോ ആയിരിക്കുന്നിടത്ത് ഞാൻ ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. കാരണം ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് പറയാം. 14-ാം അധ്യായം യോഹന്നാൻ സുവിശേഷം 14:6 പറയുന്നുണ്ട്, യേശു പറഞ്ഞു, കാണാതെതൊക്കെ അറിയാം, പക്ഷേ ഇത് വിശ്വസിച്ചിട്ടുണ്ടോ, അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തിയിട്ടുണ്ടോ എന്ന് ചിന്തിക്കണം, ജീവിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കണം. യേശു പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാണ്, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിലേക്ക് വരുന്നില്ല. അപ്പോൾ പിതാവിൻ്റെ ഭവനത്തിൽ പോകണമെങ്കിൽ ആരിലൂടെ പറ്റൂ? യേശുവിലൂടെ പറ്റൂ. അപ്പോൾ ചിലർ ചോദിക്കാറുണ്ട്, നല്ലത് ചെയ്താൽ സ്വർഗ്ഗത്ത് പോകാൻ പറ്റുമോ? ഇല്ല. നല്ലതെന്ന് നമ്മൾ പറയുന്നത് ദൈവത്തിന് നല്ലതായിരിക്കണമെന്നില്ല. എന്ന് പറയുമ്പോൾ നമ്മുടെ നന്മയെന്ന് പറയുന്ന പലതിനകത്തും പലപ്പോഴും നമ്മൾ മനുഷ്യപ്രീതിയുടെയോ അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ളതോ ചില കാര്യങ്ങൾ നമ്മൾ പറയുന്ന പല കാര്യങ്ങൾ എന്ന് വെച്ചാൽ ദൈവം നല്ലതെന്ന് പറഞ്ഞതിനെ നമ്മൾ നല്ലതായിട്ട് കാണും. അവിടെയാണ് കാര്യം കിടക്കുന്നത്.
അല്ല നമ്മൾ പറയുന്നതിനെല്ലാം ദൈവം നല്ലതായിട്ട് പറയണമെന്നില്ല. അപ്പോൾ ഇവിടെ പറയുകയാണ്, എന്നിലൂടെ അല്ലാതെ ആരും എന്ന് പറയുമ്പോൾ ക്രിസ്തുവിലൂടെ മാത്രമേ നമുക്ക് അവിടെ എത്താൻ പറ്റൂ. അപ്പോൾ നമ്മൾ കുറേ പുണ്യപ്രവർത്തികളോ നല്ലതൊക്കെ ചെയ്തിട്ട് ഞാൻ സ്വർഗത്ത് പോകുമെന്ന് പറയാൻ പാടില്ല. അതിനേക്കാൾ ഉപരി വചനപ്രകാരം ഇങ്ങനെയാണ്, നിങ്ങൾ ക്രിസ്തുവിൽ വിശ്വസിക്കുകയാണെങ്കിൽ മാത്രം, ക്രിസ്തുവിലൂടെ മാത്രമേ, ക്രിസ്തു വഴി മാത്രമേ നിങ്ങൾക്ക് പിതാവിൻ്റെ ഭവനത്തിൽ എത്താൻ പറ്റൂ. അതുകൊണ്ടാണ് യേശു ക്രിസ്തു ലോകരക്ഷകനാണ് എന്ന് പറയുന്നത്. യേശു ലോകരക്ഷകനാണെന്ന് പറയുമ്പോൾ അത് ഒന്നാമത്തെ വരവിലും അവിടുന്ന് രക്ഷകനാണ്, രണ്ടാം വരവിലും അവിടുന്ന് രക്ഷകനായിട്ട് കടന്നു വരികയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ രക്ഷയെക്കുറിച്ചൊരു വ്യക്തമായ ബോധ്യം വേണം. ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ടുള്ള ഏക നാമം അത് യേശുവിൻ്റേതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ രക്ഷ ഉണ്ടെങ്കിൽ മാത്രമേ പറ്റൂ. അല്ലാതെ നമ്മൾ ഏതെങ്കിലും രീതിയിൽ, അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ ചിലവഴിക്കും ഒരുപാട് നന്മ ചെയ്ത മനുഷ്യരുണ്ടല്ലോ, അപ്പോൾ എല്ലാവരും എന്തു ചെയ്യും? പിതാവിൻ്റെ ഭവനത്തിൽ പോകണമോ, സ്വർഗഭവനത്തിൽ പോകണമോ? അത് യേശുവിലൂടെ മാത്രമേ പറ്റൂ. വേറെ ഒരു തട്ടിക്കൂട്ട് മാർഗ്ഗം അതിനകത്തില്ല. കാരണം ഇന്ന് അല്ലാതെയും കയറിപ്പോകാൻ പറ്റുമെന്ന് പഠിപ്പിക്കുന്ന ഒരുപാട് പ്രബോധനങ്ങളും ഒരുപാട് വ്യക്തികളും ചിലപ്പോൾ ധ്യാനിപ്പിക്കുന്നവർ പോലും അങ്ങനെ പഠിപ്പിക്കുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ള വഴിതെറ്റിക്ക് വഴിയായിട്ടുള്ള ശിക്ഷാവിധിക്കും നമ്മളും നശിക്കും അവരും നശിക്കാൻ കാരണമാകും. അതുകൊണ്ട് സത്യം മാത്രം നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഇവിടെ പറയുകയാണ്, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ വരുന്നത്. അപ്പോൾ ഈ പിതാവിൻ്റെ ഭവനത്തിലേക്ക് ആര് പോകുമെന്ന് ചോദിച്ചാൽ യേശുവിൽ വിശ്വസിക്കുന്നവർ പോകും. അപ്പോൾ അവിടെ പറയുകയാണ്, ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന്, ഇതാ രണ്ടാം വരവ്, വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും. കണ്ടോ, കൂട്ടിക്കൊണ്ടുപോകും. രണ്ടാമത് വന്ന് നമ്മളെ ആ സ്വർഗീയ ഭവനത്തിലേക്ക് അവിടുന്ന് കൂട്ടിക്കൊണ്ടുപോകും. അപ്പോൾ നമ്മൾ ഈ ഭൂമിയിലെ ഭവനത്തിൽ ജീവിച്ച് ജീവിതം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരാണോ, അതോ ഈ ജീവിതം കഴിഞ്ഞ് സ്വർഗത്തിൽ എനിക്കൊരു ഭവനമുണ്ട്, ഇനി ഇതിനകത്തൊരു കാര്യം നിങ്ങൾ പ്രത്യാശിക്കേണ്ട എന്താണെന്നറിയാമോ? വീടില്ലാത്ത ആരെങ്കിലുമൊക്കെ ഈ സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സന്തോഷിക്കണം. കാരണം പലരും നിങ്ങളുടെ ചിലപ്പോൾ പറയും, നീ ഇത്രയും നാളായിട്ട് നിനക്കൊരു വീട് വയ്ക്കാൻ പറ്റിയില്ല, നീ എന്താ ഇങ്ങനെ ഉത്തരവാദിത്വം ഇല്ലാത്തതിനെ പോലെ ജീവിക്കുന്നതൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ അതിന് പല കാരണങ്ങൾ കണ്ടേക്കാം. എന്തായിക്കൊള്ളട്ടെ, ഞാൻ പറയുന്ന ഭൂമിയിൽ വീട് വേണമെന്നല്ല, ഭൂമിയിലൊരു ചെറിയ വീടെങ്കിലും വേണം, നമുക്ക് താമസിക്കാനായിട്ട്, കയറി കിടക്കാൻ ഒരു വീട് വേണം. എന്നാൽ വീടില്ലാത്തതിന് പല കാരണങ്ങൾ കാണും. ചിലപ്പോൾ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ നിർവഹിച്ചു, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് കയ്യിൽ കാശൊന്നുമില്ല, അപ്പോൾ ഉള്ളത് കൊണ്ട് ഒപ്പിച്ചൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കാം. അങ്ങനെ ബുദ്ധിമുട്ടുന്നവരുണ്ടായിരിക്കാം. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇവിടെ വീടില്ലാത്തവർ സന്തോഷിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം നിങ്ങൾക്ക് തീർച്ചയായിട്ടും, നിങ്ങൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കൊരു വീടുണ്ട്, ഒരു സ്വർഗീയ ഭവനം നിങ്ങൾക്കുണ്ട് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുക. അത് പിതാവിൻ്റെ ഭവനമാണ്. ആ ഭവനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ കണ്ടു, അത് മനുഷ്യ കരങ്ങൾ കൊണ്ട് നിർമ്മിച്ചതല്ല, ദൈവത്തിൻ്റെ കരങ്ങളാൽ നിർമ്മിക്കപ്പെട്ട, അത് ശാശ്വതമാണ്, നിലനിൽക്കുന്നതാണ്. അവിടെ നിങ്ങളെ ആരും അടിച്ചിറക്കി വിടത്തില്ല, ആരും പുറത്താക്കത്തില്ല, നിങ്ങളെ ആരും ഇവിടുന്ന് ഇറങ്ങിപ്പോകാൻ പറയത്തില്ല നിങ്ങളോട്. അങ്ങനെ ഒരു ഭവനമാണ് നിങ്ങൾക്കുള്ളത്. അതുകൊണ്ട് ഭവനമില്ലാത്തവരാരും ദയവേത് വിഷമിക്കരുത്, നിങ്ങൾ അതിൻ്റെ പേരിൽ ദുഃഖിക്കേണ്ട, വേദനിക്കേണ്ട. തീർച്ചയായിട്ടും പ്രിയമുള്ളവരെ, നിങ്ങൾക്കൊരു ഭവനം കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കൊരു ഭവനം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഞാൻ പറയുമ്പോഴും, നിങ്ങൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ, ക്രിസ്തുവിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, ക്രിസ്തുവിനോടൊപ്പമായിരിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, അവിടുത്തെ വരവിന് വേണ്ടി ഒരുങ്ങുന്നവരാണെങ്കിൽ അവർക്കൊരു വലിയ പ്രത്യാശയുണ്ട്, നമുക്കൊരു ഭവനം അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ദൈവഭവനത്തിലെ അംഗങ്ങളാണ്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 19 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, ഇനിമേൽ നിങ്ങൾ അന്യരോ പരദേശികളോ അല്ല, വിശുദ്ധരുടെ സഹപൗരരും. എന്ന് വെച്ചാൽ വിശുദ്ധരുടെ സഹപൗരർ. കാരണം വിശുദ്ധരെല്ലാം നമ്മൾ സഹോദരങ്ങളാണ്. നമുക്ക് മുമ്പേ കടന്നുപോയ ഒരുപാട് വിശുദ്ധരുണ്ട്, വിശുദ്ധന്മാരും വിശുദ്ധകളുമുണ്ട്. അവരെല്ലാം സഹപൗരരാണ്, നിങ്ങൾ സഹോദരങ്ങളാണ്. ദൈവഭവനത്തിലെ അംഗങ്ങളുമാണ് നിങ്ങൾ, ദൈവഭവനത്തിലെ അംഗങ്ങളാണ് നമ്മൾ. അതുകൊണ്ട് നമുക്ക് സന്തോഷിക്കണം. എന്തിനു വേണ്ടി? എനിക്ക് ഒരു ഭവനമുണ്ട്, ഞാൻ ദൈവഭവനത്തിലെ അംഗമാണ്. ചിലപ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു ഭവനത്തിലെ അംഗമല്ല എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾക്ക് ദൈവഭവനത്തിൽ ഒരു അംഗമാണ്. അതുകൊണ്ടാണ് നമ്മൾ അബ്രാഹത്തെക്കുറിച്ചൊക്കെ ബൈബിൾ വായിക്കുമ്പം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ചുരുക്കമായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു പോകാം. അബ്രഹാത്തിൻ്റെ വിശ്വാസത്തെക്കുറിച്ച് ഒരുപാട് വിശ്വാസത്തിൻ്റെ മേഖല ഹെബ്രായരുടെ ലേഖനം 11-ാം അധ്യായത്തിലുണ്ട്. നമ്മളതിൻ്റെ ആദ്യത്തെ വാക്ക് മാത്രം വായിച്ച് പോകരുത്.
മറ്റ് മേഖലകൾ അതിനകത്തുണ്ട്. അപ്പോൾ അവിടെ അബ്രാഹത്തെക്കുറിച്ചൊരു കാര്യം പറയുന്നുണ്ട്. നമ്മൾ വായിച്ചു വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് ചെറുതായിട്ട് തോന്നും, പക്ഷേ വലിയ ആഴപ്പെട്ട കുറേ കാര്യങ്ങളാണ്. 11-ാം അധ്യായത്തിൻ്റെ 8, വിശ്വാസം മൂലം അബ്രഹാം തനിക്ക് അവകാശമായി ലഭിക്കാനുള്ള സ്ഥലത്തേക്ക് പോകാൻ വിളിക്കപ്പെട്ടപ്പോൾ അതനുസരിച്ചു. അപ്പോൾ അബ്രഹാം എന്ത് ചെയ്യുന്നു? അബ്രഹാത്തോട് പറഞ്ഞു, അവകാശമായി ലഭിക്കാനുള്ള സ്ഥലത്തേക്ക് പോകാൻ വിളിച്ചു. അബ്രഹാത്തോട് പറഞ്ഞു, നീ ഇന്ന സ്ഥലത്തേക്ക് പോകണം എന്ന് കർത്താവ് പറഞ്ഞപ്പം ആ സ്ഥലത്തേക്ക് പോകാൻ വിളിക്കപ്പെട്ടപ്പോൾ അനുസരിച്ചു. എങ്ങനെ അനുസരിച്ചത്? അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എവിടേക്കാണ് പോകേണ്ടതെന്ന് അറിയാതെ തന്നെയാണ് അവൻ പുറപ്പെട്ടത്. ഈ പോകാൻ പറഞ്ഞപ്പോൾ അബ്രഹാം പോയി. കർത്താവേ, ഞാൻ ചെല്ലുന്ന സ്ഥലത്ത് എങ്ങനെയായിരിക്കും? സൗകര്യമുണ്ടോ? കൃഷി ചെയ്യാൻ പറ്റുമോ? എൻ്റെ കുടുംബത്തെ എങ്ങനെ കാര്യങ്ങൾ നോക്കാൻ പറ്റുമോ? എന്നോടൊപ്പം ആടുമാടുകളുണ്ട്, നമുക്ക് കാണാൻ പറ്റും, ലോകത്തും കൂടെയൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് പേർ എന്നോടൊപ്പമുണ്ട്, ജോലിക്കാരൊക്കെ ഇഷ്ടം പോലെയുണ്ട്, മക്കളുണ്ട്, ജീവിതപങ്കാളിയുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ സൗകര്യം ഉണ്ടാവുമോ, സംവിധാനം ഉണ്ടാവുമോ എന്നൊന്നും ചോദിച്ചില്ല. പിന്നെയോ എവിടേക്കാണ് പോകുന്നതെന്ന് പോലും അബ്രഹാത്തിന് അറിയത്തില്ല. നമ്മളെല്ലാ ഡീറ്റെയിൽസും തിരഞ്ഞെടുത്തിട്ട് നമ്മൾ പോവുള്ളൂ. അങ്ങനെയാണ് നമ്മുടെ സ്വഭാവം. പക്ഷേ അബ്രഹാം എന്ത് ചെയ്തു? എവിടേക്കാണ് പോകേണ്ടതെന്ന് അറിയാതെ തന്നെയാണ് അവൻ പുറപ്പെട്ടത്. ഇതൊരു വലിയ വിശ്വാസമാണ്. സ്വർഗത്തിൽ ഭവനമുണ്ടെന്ന് പറയുമ്പം ആൾക്കാർ പറയും, നിനക്ക് തലയ്ക്ക് ഭ്രാന്താണ്, വട്ടാണ് എന്നൊക്കെ പറയും. വചനത്തിലുണ്ടെന്ന് പറഞ്ഞാലും ഇപ്പോഴത്തെ പലരും അങ്ങനെ വിശ്വസിക്കണമെന്നൊന്നുമില്ല. കാരണം ബുദ്ധി കൊണ്ട് വചനത്തെ അളക്കുന്ന ഒരുപാട് പേരെ ലോകത്ത് കാണാൻ പറ്റും. എന്നാൽ വിശ്വാസപരമായിട്ട്, അതുകൊണ്ടാണ് ഈ വചനത്തിൻ്റെ വെളിപാടുകൾ, വെളിപ്പെടുത്തലുകൾ, അതിൻ്റെ ആഴങ്ങൾ കർത്താവ് ഭോഷന്മാർക്കാണ് വെളിപ്പെടുത്തി കൊടുത്തത്. അതുകൊണ്ട് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും, നമുക്ക് ഒരുപാട് അറിവും വിദ്യാഭ്യാസവും കഴിവൊക്കെ, ഇതൊക്കെ നല്ലതാണ് ഭൂമി ജീവിക്കാൻ. ഇത് വെച്ചും കൊണ്ട് ബൈബിൾ വ്യാഖ്യാനിക്കുന്നവരൊക്കെ ശ്രദ്ധിച്ചോണം. ഈ അറിവും കഴിവും ബുദ്ധിയും അങ്ങനെ ദൈവശാസ്ത്രമൊക്കെ വെച്ചും കൊണ്ട് നോക്കുമ്പം നിങ്ങൾ ദൈവം ആഗ്രഹിക്കുന്ന ഒരു ആശയത്തിലൂടെ പോകാതെ നിങ്ങളുടെ ആശയങ്ങളെ നിങ്ങൾ എവിടെയൊക്കെ അടിച്ചേൽപ്പിക്കുന്നു. ഇവിടെ എഴുതി വച്ചിരിക്കുകയാണ്, എവിടേക്കാണ് പോകേണ്ടതെന്നറിയാതെ തന്നെയാണ് അവൻ പുറപ്പെട്ടത്. നമ്മൾ ബൈബിളിൽ കാണുന്ന ഒരു കാര്യമുണ്ട്. പഴയ നിയമത്തിൽ ഒരു പ്രവാചകനും അല്ലെങ്കിൽ അബ്രഹാം അതുപോലത്തെ പൂർവ്വപിതാക്കന്മാരൊന്നും പഠിക്കാൻ പോയതായിട്ട് പറഞ്ഞിട്ടില്ല. എന്നും പറഞ്ഞ് പഠിക്കാൻ പോകണമെന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അവരുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും വിശ്വാസത്താലുള്ള യാത്രയായിരുന്നു. എന്നിട്ട് പറയുകയാണ് 9-ാം തിരുവചനത്തിൽ, വിശ്വാസത്തോടെ അവൻ വാഗ്ദത്ത ഭൂമിയിൽ വിദേശിയെ പോലെ കഴിഞ്ഞു. കിടക്കുന്ന വാഗ്ദത്ത ഭൂമിയിലാണ്, കർത്താവാണ് കൊണ്ടുവന്ന് സ്ഥാപിച്ചിരിക്കുന്നത്. പക്ഷേ അവിടുത്തെ ജനങ്ങൾ പുള്ളി അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? വിദേശിയെ പോലെ കഴിഞ്ഞു. എന്നിട്ട് പറയുകയാണ്, അതേ വാഗ്ദാനത്തിന് അവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടുമൊത്ത് അവൻ കൂടാരങ്ങളിൽ താമസിച്ചു. എന്നിട്ട് ഒരു വാക്കൂടെ പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. ഭൂമിയിൽ അന്യരും പരദേശികളുമാണെന്ന് ഏറ്റുപറയുകയും ചെയ്തു. കണ്ടോ? എന്ന് വെച്ചാൽ ഞങ്ങളിവിടെയല്ല. കാരണം ഞങ്ങൾ ഇവിടത്തെക്കുറിച്ചല്ല ചിന്തിക്കുന്നത്. കാരണം എന്താ? ഞങ്ങൾ പരദേശികളാണ്, അന്യരാണ്, പരദേശികളാണെന്ന് പറയുക. എന്നിട്ട് പറയുകയാണ്, ഇപ്രകാരം പറയുന്നവർ തങ്ങളുടെ പിതൃദേശത്തെയാണ് അന്വേഷിക്കുന്നതെന്ന് വ്യക്തമാക്കുന്നു. അബ്രഹാം പിതൃദേശത്തെയാണ് വ്യക്തമാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അബ്രഹാത്തിൻ്റെ അപ്പൻ്റെ ദേശത്തെ എന്നല്ല എൻ്റെ അർത്ഥം. നമ്മൾ നേരത്തെ വായിച്ച വചനത്തിലേക്ക് അത് വരും. പിതാവിൻ്റെ ഭവനത്തെയാണ് അവർ അന്വേഷിക്കുന്നതെന്ന് വ്യക്തമാക്കുന്നു. കാരണം അവർ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോഴല്ല അവർക്കറിയാം, മാക്സിമം അവരെ സംബന്ധിച്ചോളം 100, 120, 150 വർഷങ്ങളുണ്ട്, അതിനപ്പുറത്തേക്കൊക്കെ പോകും. ഇപ്പം അത് കുറവാണ്, ആയുസ് കുറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അവർ ഇവിടെ പറയുകയാണ്, പിതൃദേശത്തെയാണ് അവർ അന്വേഷിക്കുന്നത്. വെച്ചാൽ ഭൂമിയിലായിരുന്നു കൊണ്ട് സ്വർഗീയ ഭവനത്തെ, എന്ന് വെച്ചാൽ ഭൂമിയിലെ ഭവനത്തിലായിരുന്നു കൊണ്ട് സ്വർഗീയ ഭവനത്തെ അവർ ലക്ഷ്യം വയ്ക്കുന്നു. അവർ പിതൃഭവനത്തെ സ്വപ്നം കാണുന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, പിതൃഭവനത്തെ സ്വപ്നം കാണുവാൻ, പിതൃഭവനത്തെ ലക്ഷ്യം വയ്ക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇനിയും നമ്മൾ ചില കാര്യങ്ങളിലൂടെ കടന്നു വരുമ്പോൾ സ്വർഗീയ നഗരത്തെക്കുറിച്ച് ചിന്തിക്കും, സ്വർഗീയ ഭവനത്തിൻ്റെ മേഖലകളെക്കുറിച്ച് ചിന്തിക്കും, അതുപോലെ തന്നെ ആദിജാതര സമൂഹത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കും. നിരവധി മേഖലകൾ നമുക്കിനി ധ്യാനിക്കാനുണ്ട് ഈ 2-ാം വരവിൽ. അപ്പോൾ അത് ചുരുക്കമായിട്ട് ചില കാര്യങ്ങൾ ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ ചിന്തിച്ചു പോകുന്നതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്കൊന്ന് മനസ്സിലാക്കി
പ്രത്യാശപൂർവ്വം മുന്നോട്ട് പോകാം. അങ്ങനെ നമുക്ക് സ്വർഗീയ ഭവനത്തിൽ എത്തിച്ചേരാനായിട്ട് തീരുമാനമെടുക്കാം. നമ്മൾ മാത്രമല്ല, നമ്മോടൊപ്പമുള്ളവരും സ്വർഗീയ ഭവനത്തിൽ എത്തിച്ചേരണം. പിതാവ് ആഗ്രഹിക്കുന്നു. ധൂർത്തപുത്രൻ ഉപമ അതാണ് നമ്മളെ കാണിക്കുന്നത്. പന്നിക്കുഴിയിലാണ് പോയി കിടന്നതെങ്കിലും പന്നിക്കുഴിയിൽ നിന്ന് അപ്പൻ്റെ ഭവനത്തിലേക്കുള്ളൊരു തിരിച്ചുവരവ് നമുക്കുണ്ടാകട്ടെ. കാരണം തിരിച്ചു വരുമ്പോൾ ഒരു സ്വർഗീയ സൗഭാഗ്യം നമുക്ക് എല്ലാവർക്കും ലഭിക്കും. ആ സ്വർഗത്തിൽ നമ്മൾ തിരിച്ചു വരുമ്പോൾ, അനുദപിച്ച് തിരിച്ചു വരുമ്പോൾ, കർത്താവിനെ അറിഞ്ഞ് തിരിച്ചു വരുമ്പോൾ, നഷ്ടപ്പെട്ടതിനെ ഓർത്തുള്ള ദുഃഖങ്ങളെല്ലാം അവസാനിപ്പിച്ച് ഒരു പുതിയ അനുഭവത്തിലേക്ക് വരുവാൻ കർത്താവ് നമ്മളെ വിളിക്കുകയാണ്. ആ വിളിക്കനുസരിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കട്ടെ. നിങ്ങൾ ഈ സന്ദേശങ്ങൾ എല്ലാവർക്കും പകർന്നു കൊടുക്കണം. കാരണം ദൈവവചനത്തിൻ്റെ യഥാർത്ഥ വശങ്ങൾ, എഴുതപ്പെട്ടിരിക്കുന്നതിൻ്റെ യഥാർത്ഥ മേഖലകൾ മനസ്സിലാക്കി പ്രത്യാശാപൂർവം ജീവിക്കുവാൻ പലർക്കും മനസ്സിലാക്കാത്തത് കൊണ്ട് പ്രത്യാശപൂർവ്വം ജീവിക്കുന്നില്ല. മനസ്സിലാക്കിയാൽ പ്രത്യാശപൂർവ്വം ജീവിക്കാൻ പറ്റും. അങ്ങനെ പ്രത്യാശാപൂർവ്വം ജീവിക്കാൻ പറ്റാതെ കിടക്കുന്ന ഒരുപാട് മക്കൾ നമ്മുടെ ഈ കാലഘട്ടങ്ങളിലുണ്ട്. അപ്പം ഈ പറയുന്ന സന്ദേശങ്ങളൊന്നും ചിലപ്പോൾ നിങ്ങൾക്ക് മറ്റ് ചാനലുകളിലോ മറ്റ് ശുശ്രൂഷകളിലോ അത് ലഭിക്കണമെന്നില്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ, ഇന്ന് എല്ലാ മനുഷ്യരും ഈ ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കിടക്കുക, ഇങ്ങനെ പിടുത്തം വെച്ച് കിടക്കുക. കാരണം പലർക്കും നിരാശയിലാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഭൂമിയുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നൊരു മനുഷ്യനെ സംബന്ധിച്ചോളം അവർക്ക് സ്വർഗീയ ഭവനത്തെക്കുറിച്ചൊരു ചിന്ത നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് സ്വർഗീയ ഭവനത്തിനെക്കുറിച്ചുള്ള ആഴമായ ബോധ്യം നമുക്ക് വേണം. അത് നിരവധി പേർക്ക് കൊടുക്കുക. ദുഃഖത്തിലും വേദനയിലും നിരാശയിലും രോഗത്തിലും തകർച്ചകളിലും നാളെക്കുറിച്ചുള്ള ആകുലതയിലും കഴിയുന്നവരെല്ലാം ഈ സന്ദേശം കേൾക്കട്ടെ. അതുവഴി എല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ബത്ലഹേം ടിവിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിരവധി പേർ സുവിശേഷം അറിയട്ടെ, കർത്താവിൻ്റെ ഭവനത്തിൽ എത്തിച്ചേരട്ടെ. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കണ്ണുകളടയ്ക്കാം. കാരുണ്യവാനായ കർത്താവെ, ഞങ്ങളെല്ലാവരെയും സമർപ്പിക്കുന്നു. സ്വർഗീയ പിതാവെ, ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് ഒരു ഭവനം ഒരുക്കിയിട്ടുണ്ട്. ആ ഭവനത്തിൽ ഞങ്ങൾക്ക് വാസസ്ഥലം ഒരുക്കുന്ന യേശുവിനെ ഓർത്ത് നന്ദി പറയുന്നു. ഈശോയുടെ നാമത്തിലും ഈശോയിലും വിശ്വസിച്ചുകൊണ്ട് ആ വഴിയിലൂടെ ഞങ്ങൾ അങ്ങയുടെ ഭവനത്തിൽ എത്തിച്ചേരുവാനും പരിശുദ്ധാത്മാവിൻ്റെ പൂർണ്ണ അളവ് ഞങ്ങൾ അനുഭവിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങൾ ഓരോരുത്തരെയും ആ സ്വർഗീയ ലക്ഷ്യം വെച്ച് ജീവിക്കാൻ തക്കവിധം ഞങ്ങളെ ഒരുക്കണമേ. മിഖാൽ, ഗബ്രിയേൽ, അബേദൂതന്മാരെ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾക്ക് മുമ്പേ കടന്നുപോയ എല്ലാ വിശുദ്ധരും കർത്താവിൻ്റെ ഭവനത്തെക്കുറിച്ചുള്ള അറിവ് ലഭിച്ചതുകൊണ്ടാണല്ലോ അവർക്ക് കർത്താവിന് വേണ്ടി സാക്ഷ്യം വഹിക്കാൻ സാധിച്ചത്. അതുപോലെ ഈ കാലഘട്ടങ്ങളിൽ സാക്ഷ്യം വഹിക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈ ശുശ്രൂഷയിൽ നിങ്ങളെല്ലാവരും പങ്കെടുത്തതിന് നന്ദി. കർത്താവ് നിങ്ങളെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു.